സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ടെലിഫോണിക് ഇംഗ്ലീഷിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം, ഡോക്ടറിൻ്റെ അടുത്ത് എങ്ങനെയാണ് നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടറിനെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴത് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ആദ്യമായിട്ട് നമ്മൾ റിസപ്ഷനിസ്റ്റിനെ ഫോൺ വിളിക്കണം. റിസപ്ഷനിസ്റ്റ് സാധാരണ പറയുന്ന ഒന്നുണ്ട്, ഗുഡ് മോർണിംഗ്, നോബൽ കെയർ ഹോസ്പിറ്റൽ, ട്രീസ ഹിയർ, അല്ലെങ്കിൽ ട്രീസ സ്പീക്കിംഗ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഐ നീഡ് ടു മേക്ക് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഡോക്ടർ ജോൺ. ഓക്കെ, അപ്പോൾ ഡോക്ടർ ജോണിൻ്റെ അടുത്ത് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് ആരെന്ന് എഴുതിയിരിക്കുന്ന റിസപ്ഷനിസ്റ്റാണ് ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് യുവർ ഫസ്റ്റ് ടൈം വിസിറ്റ്, അല്ലെങ്കിൽ ഈസ് ഇറ്റ് യുവർ ഫസ്റ്റ് വിസിറ്റ്, നിങ്ങളുടെ ആദ്യത്തെ വിസിറ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൽബർട്ട് എന്ത് പറയുകയാണ്, നോ, ഐ ആം ഹിസ് പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഐ ആം ഹിസ് പേഷ്യൻറ്റ് ഫോർ എ ലോങ് ടൈം എന്ന് പറയാം. കുറേ നാളായിട്ട് ഞാൻ ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയണ ഗ്രേറ്റ്, അല്ലെങ്കിൽ ഷുവർ, അല്ലെങ്കിൽ ഓക്കെ, ഡു യു ഹാവ് യുവർ പേഷ്യൻറ്റ് ഐ ഡി. അപ്പോൾ പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പേഷ്യൻ്റ് ഐ ഡി ഉണ്ടോ, അതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാവുന്നതാണ്, മറ്റൊരു രീതിയിൽ ചോദിക്കാൻ, കുഡ് യു പ്ലീസ് പ്രൊവൈഡ് മീ യുവർ ഫുൾ നെയിം ആൻഡ് ഫോൺ നമ്പർ. അത് വെച്ച് അവർക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ആൽബർട്ട് പറയാണ്, ഐ എം സോറി, ഐ മിസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ഇത് മിസ്സായിപ്പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് അറ്റ് മൈ ഹോം, അല്ലെങ്കിൽ ദാറ്റ് ഈസ് അറ്റ് ഹോം ആൻഡ് ഐ ആം അറ്റ് മൈ ഓഫീസ് നൗ എന്ന് പറഞ്ഞാൽ അത് വീട്ടിലാണ് ഇരിക്കുന്നത്, ഞാനിപ്പോൾ ഓഫീസിലാണ്, അതുകൊണ്ട് എൻ്റെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയാണ്, ഹോൾഡ് ഓൺ ഫോർ എ മൊമെന്റ് പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർ കമ്പ്യൂട്ടറിലെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ്, ലെറ്റ് മീ ഗ്രാബ് യുവർ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ലെറ്റ് മീ പുൾ അപ്പ് യുവർ ഡീറ്റെയിൽസ് എന്ന് പറയാണ്. അപ്പോൾ അല്ലെങ്കിൽ ലെറ്റ് മീ ഗ്രാബ് യുവർ ചാർട്ട്. ഈ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ എഴുതിയിരിക്കുന്ന ആ ഇതുണ്ടല്ലോ, നമുക്ക് പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി തരുന്ന ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ നമുക്ക് ചാർട്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ആൽബർട്ട് പറയാണ്, താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, റിസപ്ഷൻ പറയാം, ഐ ഗോട്ട് യുവർ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഐ ഗോട്ട് യുവർ റെക്കോർഡ്സ്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം റൈറ്റ് നൗ, എന്താണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ചെറുതായിട്ടൊരു ഡീറ്റെയിൽസ് എഴുതി വെക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, യുവർ അപ്പോയിൻമെൻറ്റ് ഈസ് എബൌട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ, ആ രീതിയിൽ ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നതാണ്. യുവർ അപ്പോയിൻമെൻറ്റ് ഈസ് എബൌട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൽബർട്ട് പറഞ്ഞു, വെൽ, ഐ എം സഫറിങ് ഫ്രം ഫീവർ ഫോർ എ വീക്ക്. ഓക്കെ, ഈ വെൽ എന്നുള്ളത് അത് വെറും ഫില്ലിംഗ് ആണ് എന്നൊക്കെ നമ്മൾ വെക്കത്തില്ലേ, അതിന് പകരമായിട്ട് ഒരു ഫില്ലിംഗ് വേർഡാണ്, ഒരു മീനിങ് അവിടെ വരുന്നില്ല. അല്ലെങ്കിൽ ഈ ഐ എം സഫറിങ് എന്നുള്ളതിനേക്കാൾ ബെറ്റർ എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇങ്ങനെ പറയാവുന്നതാണ്, ഐ ഹാവ് ബീൻ സഫറിങ് എന്ന് പറയാവുന്ന, ഐ ഹാവ് ബീൻ സഫറിങ് ഫ്രം ഫീവർ ഫോർ എ വീക്ക് എന്ന് പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഐ ആം സഫറിങ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഓൾസോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് വേഴ്സ് ഡേ ബൈ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വരികയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിസപ്ഷനിസ്റ്റ് എപ്പോഴും എന്താണ് സമാധാനിപ്പിക്കുന്നു, നോ പ്രോബ്ലം, അല്ലെങ്കിൽ നോ വറി, അല്ലെങ്കിൽ നോ വറീസ് എന്നൊക്കെ പറയാവുന്നതാണ്. അല്ലെങ്കിൽ എന്നിട്ട് പറയണ, വി വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ശരിയാക്കി തരാമെന്നുള്ളതാണ്. വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ് വെൻ യു വാണ്ട് യുവർ അപ്പോയിൻമെൻറ്റ്, നിങ്ങൾക്ക് എപ്പോഴാണ് അപ്പോയിൻമെൻറ്റ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആൽബർട്ട് പറയണം, ആസ് ഏർലി ആസ് പോസിബിൾ, കാരണം പ്രശ്നമായിട്ട് നിൽക്കണം. അപ്പോഴെന്താണ് ഇത്രയും പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, വാട്ട് അബൌട്ട് ടുഡേ ഈവനിങ് അറ്റ് 7 എന്നാൽ അപ്പോൾ റിസപ്ഷൻ ചോദിക്കണം, ഇന്ന് 7 മണിക്ക് എങ്ങനെയാണ്, വൈകുന്നേരം 7 മണിക്ക് ഓക്കെ ആണോ എന്നൊന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാവുന്നതാണ്, ദർ ഇസ് എ സ്ലോട്ട് അവൈലബിൾ അറ്റ് 7 o'clock, അല്ലെങ്കിൽ അറ്റ് 7 ടുഡേ. ഇവിടെ ഓ എന്നുള്ളത് ഉപയോഗിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല, വിട്ടുപോയതാണ്. സപ്പോസ് 7 o'clock ടുഡേ എന്നുള്ളതാണ്, അല്ലെങ്കിൽ 7 ടുഡേ എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ ഒരു ഉച്ചയ്ക്ക് 2 മണിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, 7 എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 7 ആണെന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ആൽബർട്ട് പറയണേ, ഗ്രേറ്റ്, ഓക്കെ, ദാറ്റ് സീംസ് ഓക്കെ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, ഓക്കെ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ദാറ്റ് സൗണ്ട്സ് ഗുഡ് എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആണ്, എനിക്ക് ഓക്കെ ആണെന്നാണ് എൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അത് നല്ല ശബ്ദമാണെന്നുള്ള അർത്ഥമൊന്നും അല്ല. ഓക്കെ, അപ്പോൾ റിസപ്ഷൻ താങ്ക് യു, ഓക്കെ, വിൽ സീ യു അറ്റ് 7 എന്ന് പറഞ്ഞാൽ 7 മണിക്ക് കാണാം, ബൈ. അപ്പോൾ ആൽബർട്ട് പറയണം ബൈ. ഇനിയിപ്പോൾ നമുക്ക് മറ്റ് ചില സെൻറ്റൻസുകൾ നോക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയാവുന്നത് എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ബ്രിങ് യുവർ ചാർട്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു, നമ്മുടെ ആ
ഈ എല്ലാ ദിവസവും നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ കുറിച്ച് തരുന്ന ആ സാധനം ചാർട്ട് എന്ന് പറഞ്ഞത്. അപ്പോഴെന്നാൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ബ്രിങ് യുവർ ചാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാർട്ട് കൊണ്ടുവരാൻ മറക്കരുത്. ഓക്കെ, യുവർ അപ്പോയിൻമെൻറ്റ് ഫീസ് ഈസ് 1500 rupees. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ്? നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ചാർജ് 1500 രൂപയാണ്. ഓക്കെ, പ്ലീസ് ബി ഇൻ ടൈം. ഇൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചാണ്, കുറച്ച് മുമ്പിൽ വരിക എന്നുള്ളതാണ് ഇൻ ടൈം. പ്ലീസ് ബി ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ വരിക. 7 മണി 7 മണി തന്നെ. ഇപ്പോൾ ഇൻ ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു 6:50 ആകുമ്പോഴെത്തണം, കാരണം എന്തെങ്കിലുമൊക്കെ കുറിക്കാനൊക്കെ കാണുമായിരിക്കും. ഓക്കെ, പ്ലീസ് ബ്രിങ് യുവർ ടെസ്റ്റ് റിസൾട്ട്സ് വിത്ത് യു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്തു, അതൊക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതെങ്കിൽ എങ്ങനെ പറയാവുന്നതാണ്? ഐ വുഡ് ലൈക്ക് ടു ടേക്ക് എൻ അപ്പോയിൻമെൻറ്റ് ഫോർ മൈ മദർ, അല്ലെങ്കിൽ ഫോർ മൈ ഫാദർ, അല്ലെങ്കിൽ ഫോർ മൈ വൈഫ്, ഫോർ മൈ കിഡ്, ഓക്കെ, ഫോർ മൈ സൺ, ഡോട്ടർ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫോർ മൈ ഫ്രണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലേ. അപ്പോഴേ നമുക്കറിയില്ല എന്താണ് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു മീ. ഓക്കെ, എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഓക്കെ, ഐ എം എക്സ്ട്രീംലി ടയേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ക്ഷീണമാണ്. ആൻഡ് പെയിൻ ഓൺ മൈ ഹോൾ ബോഡി, എൻ്റെ ശരീരത്തിൽ മുഴുവൻ വേദനയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ പറയാവുന്നതാണ്, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു മീ, ഐ എം നോട്ട് ഫീലിംഗ് വെൽ. എനിക്കറിയത്തില്ല എന്നാ പറ്റി എന്നുള്ളത്. ചില സമയത്ത് നമുക്ക് തളർച്ചയായിരിക്കും, ചില സമയത്ത് ഛർദിയായിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം മെഡിക്കൽ സ്റ്റോറിൽ പോയി അപ്പോൾ ചില മരുന്നുകളുടെയൊക്കെ ഡോസേജിനെ പറ്റി നമുക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഓക്കെ, ഐ വോണ്ട് ടു സ്പീക്ക് ടു ദ ഡോക്ടർ അബൌട്ട് മൈ പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, എനിക്ക് ഡോക്ടറിനോട് സംസാരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ടോക്ക് ടു ഡോക്ടർ ജോൺ അബൌട്ട് മൈ പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ റിഗാർഡിങ് പ്രിസ്ക്രിപ്ഷനെ പറ്റിയാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, റിഗാർഡിങ് talk to doctor regarding the dosage of my or the dosage of one medicine. Okay, ഒരു മെഡിസിനെ പറ്റി സംസാരിക്കാനാണ്. അബൌട്ട് മൈ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് മാത്രം നിർത്താവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് റിഗാർഡിങ് ദ ഡോസേജ് ഓഫ് വൺ മെഡിസിൻ. ഓക്കെ, ഒരു മെഡിസിൻ്റെ ഡോസേജിനെ പറ്റി എനിക്ക് സംസാരിക്കാനാണ്. ഓക്കെ, അപ്പോഴേ റിസപ്ഷനിസ്റ്റ് പറയാണ്, ഷുവർ ഐ വിൽ കണക്ട് ടു ഡോക്ടർ ഇന്നയാൾ XYZ എന്ന് പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അൺലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ചാപ്റ്ററുകൾ ക്രമമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.